प्यारे बच्चों, आदाब। नवीं जमात के तीसरे ഓൺലൈൻ ക്ലാസ് के लिए തമാം ബच्चों को खैर मुकद्दम। ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും स्वागतम। पिछले क्लास में हम दिल की आंखें यानी नाज़ा जमशेदपुरी की एक खूबसूरत नज़म पढ़े हैं ना। आप कैसे लगा? अच्छा लगा? ठीक है बच्चों, इस नज़म का शायर कौन है बताइए। हाँ, नाज़ा जमशेदपुरी। ठीक है, इस नज़म से शायर क्या बता रहा है, क्या कहना चाहता है बताइए। हाँ, खुदा की कुदरत हमारे सामने खोलकर दिखाता है। प्यारे बच्चों, पिछले क्लास में हम भगवान दास और उसके ख़ानदान के बारे में चर्चा किया। सबसे पहले मैं आपसे चंद सवालात पूछना चाहता हूँ। जवाब देने के लिए आप तैयार हैं ना? ठीक है। भगवान दास कौन थे बताइए। हाँ, भगवान दास एक गरीब मछुआरा थे। ठीक है। भगवान दास कैसे थक गया? भगवान दास कैसे थक गया बताइए। हाँ, जाल फेंकते फेंकते वो थक गए। ठीक है बच्चों, भगवान दास क्यों मायूस हुआ? എന്തുകൊണ്ടാണ് ഭഗവാൻ ദാസ് നിരാശയിൽ അകപ്പെട്ടത് बताइए। हाँ, सुबह से शाम तक जाल फेंक कर उसको कोई मछली न मिली। അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ വലയെറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു മത്സ്യം പോലും ലഭിച്ചില്ല। इसलिए भगवान दास मायूस हुआ। ठीक है बच्चों, भगवान दास घर में दाखिल होते वक्त बीवी और बेटी क्या कर रही थी बताइए। हाँ, बीवी और बेटी दिया जलाकर पूजा कर रही थी। ठीक है प्यारे बच्चों, भगवान दास मायूस होकर बरामदे में आ बैठा। ഭഗവാൻ ദാസ് വളരെ നിരാശയോടെ വരാന്തയിൽ വന്ന് ഇരുന്നു. ഉസ്കി മായൂസി കി ഹാലത്ത് ദേഖ്കർ, അദ്ദേഹത്തിൻ്റെ നിരാശയിലകപ്പെട്ട അവസ്ഥ കണ്ടിട്ട് ബേബി പൂछने लगी, ഭാര്യ ചോദിച്ചു, മേരി ജാൻ आपको क्या हुआ? आपको क्या हुआ? നിങ്ങൾക്ക് എന്ത് പറ്റി? आप क्यों मायूस है? നിങ്ങൾ എന്തുകൊണ്ടാണ് നിരാശയിൽപ്പെട്ടിരിക്കുന്നത്? ഭഗവാൻ ദാസ് സാരി ബാത്തേം ബയാൻ കി. ഭഗവാൻ ദാസ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഭാര്യയുടെ മുന്നിൽ വിശദീകരിച്ചു. ഉസ് വക്ത്, ആ സമയം ബീവി തസല്ലി ദേത്തെ ഹുയെ കഹ്നെ ലഗി, തൻ്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു, ആപ് മായൂസ് ഹോനെ കി കോയി ബാത് നഹി, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. സബ്ർ കരോ, ക്ഷമിക്കൂ. സബ്ർ കാ ഫൽ മീഠാ ഹോത്താ ഹേ, സബ്ർ കാ ഫൽ മീഠാ ഹോത്താ ഹേ, ക്ഷമയുടെ ഫലം മധുരമാണ്, മധുരിക്കുന്നതാണ്. സബ്ർ കരോ, സബ്ർ കാ ഫൽ
മീഠ ഹോത്താ ഹെ. ക്ഷമിക്കൂ, ക്ഷമയുടെ ഫലം മധുരിക്കുന്നതാണ്. प्यारे बच्चों, ये तस्वीर देखिए. तस्वीर में आप क्या क्या देख सकते हैं, बताइए. हाँ, तस्वीर में भगवान दास और उसकी बीवी और बेटे बेटी है. ठीक है बच्चों, वो सब क्या कर रहे हैं? അവരെല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? हाँ, दिवाली के दिन मुख्तलिफ दिए जला रहे हैं. ദീപാവലി ദിവസം വ്യത്യസ്തങ്ങളായ ദീപങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. बच्चों, भगवान दास और उसके खानदान पिछले साल बड़ी धूमधाम से दिवाली मनाई जाती थी. കഴിഞ്ഞ വർഷം ഭഗവാൻ ദാസും കുടുംബവും വളരെ ആവേശത്തോടെ ദീപാവലി ആഘോഷിച്ചിരുന്നു. अब वो यादें उसको सताती रहती है. ഇപ്പോൾ ആ ഓർമ്മകൾ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. प्यारे बच्चों, देखिए, रात का खाना खाकर भगवान दास सोने गया. രാത് കാ ഖാന, രാത്രി ഭക്ഷണം, ഖാക്കർ തിന്നിട്ട്, ഭഗവാൻ ദാസ് സോനെ ഗയ, ഭഗവാൻ ദാസ് ഉറങ്ങാൻ പോയി. സാരാ ദിൻ, दिन क्या है? പകൽ. और दूसरा मीनिंग ദിവസം. സാരാ ദിൻ ദിവസം മുഴുവനും, പകൽ മുഴുവനും, ധൂപ് മേ കാം കർത്തെ കർത്തെ വെയിലിൽ ജോലി ചെയ്ത് ചെയ്ത്, ധൂപ്പ് വെയിൽ, ധൂപ് മേ കാം കർത്തെ കർത്തെ വെയിലിൽ ജോലി ചെയ്ത് ചെയ്ത്, വോ തക് ഗയാ ഥാ, തക്കന ക്ഷീണിക്കുക, വോ തക് ഗയാ ഥാ അദ്ദേഹം ക്ഷീണിച്ചു പോയിരുന്നു. ഫിർ ഭി എന്നിട്ടും, ഉസ്കോ നീന്ത് നഹി ആയി അദ്ദേഹത്തിന് നീന്ത് ഉറക്കം നഹി ആയി വന്നില്ല. ഭഗവാൻ ദാസ് തമാം ദിൻ ധൂപ് മേ കാം കർത്തെ തക് ഗയാ ഥാ. ഭഗവാൻ ദാസ് പകൽ മുഴുവനും വെയിലിൽ ജോലി ചെയ്ത് വളരെയധികം ക്ഷീണിച്ചിരുന്നു. ഫിർ ഭി ഉസ്കോ നീന്ത് നഹി ആയി ഥി, എന്നിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നിരുന്നില്ല. इतने में उसकी बीवी घर के काम काज से तकी हारी कमरे में आई. इतने में ഇതിനിടയ്ക്ക്, उसकी बीवी അദ്ദേഹത്തിന്റെ ഭാര്യ, कौन है? हाँ, ഭാഗമതി. घर के काम काज से വീട്ടിലെ ജോലിഭാരം കൊണ്ട്, കാം കാജ് ജോലി, കാം കാജ് സെ ജോലിഭാരം കൊണ്ട്, തക്കി ഹാരി ക്ഷീണിച്ച്, തക്കിഹാരി ക്ഷീണിച്ച്, കമ്രേമേ ആയി റൂമിൽ വന്നു, ബെഡ്റൂമിൽ വന്നു. രാത് മേ രാത്രി സമയത്ത്, ജബ് ബാൽ ബച്ചെ സോ ജാത്തെ തോ, ജബ് എപ്പോഴാണോ, ബാൽ ബച്ചെ കുട്ടികൾ, രാത് മേ ജബ് ബാൽ ബച്ചെ സോ ജാത്തെ തോ രാത്രിയിൽ തൻ്റെ കുട്ടികൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം മുതൽ ആദി രാത്ത് തക്ക് അർദ്ധരാത്രി വരെ, അക്സർ ദിനോമേ മിക്ക ദിവസങ്ങളിലും, മിയാം ബീവി ആ ഭാര്യയും ഭർത്താവും അഥവാ ഭഗവാൻ ദാസും ഭാര്യ ഭാഗമതിയും ആപ്പസ് മേ ഘർ കെ സുഖ ദുഃഖ കി ബാതേं കിയാ കർത്തേ തെ, പരസ്പരം വീട്ടിലെ സുഖദുഃഖ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. भागमती घर के सुख दुख में हमेशा अपने शौहर का साथ देती थी. ഭാഗമതി घर के सुख दुख में, ഭാര്യയായ ഭാഗമതി घर के सुख दुख में
വീട്ടിലെ സുഖദുഃഖ കാര്യങ്ങളിൽ ഹമേശ എപ്പോഴും, സുഖമായാലും ദുഃഖമായാലും എപ്പോഴും, സന്തോഷകരമായ സമയമാണെങ്കിലും ദുഃഖകരമായ സമയമാണെങ്കിലും ഹമേശ എപ്പോഴും അപ്പനെ ഷോഹർ കാ സാത്ത് ദേത്തി തി, തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്നിരുന്നു. അതായത് വീട്ടിൽ സന്തോഷകരമായ സമയമാണെങ്കിലും ദുഃഖം നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും എപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്നിരുന്നു. ആര്? ഭാഗമതി. എല്ലാ അവസ്ഥകളെയും തരണം ചെയ്യാൻ, മറികടക്കാൻ തയ്യാറായിരുന്നു ഭാഗമതി. വോ മുസ്കുരാത്തി ഹുയി കഹനെ ലഗി, പുഞ്ചിരിയോടെ അപ്പനെ ഷൗഹർ സെ കഹനെ ലഗി, തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, യേ ക്യാ സോച്ച് രഹേ ഹേ മേരെ സിർതാജ്, മേരെ സിർതാജ്, യേ ക്യാ സോച്ച് രഹേ ഹേ, നിങ്ങൾ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നേ? അബ് തക്ക് നീന്ത് നഹി ആയി ക്യാ, ക്യാ അബ് തക്ക് നീന്ത് നഹി ആയി, എന്താ ഇതുവരെ നിങ്ങൾക്ക് ഉറക്കം വന്നില്ലേ? നീന്ത് കൈസെ ആയേഗി ഭാഗി, 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 ഭാഗമതി, നീന്ത് കൈസെ ആയേഗി, ഉറക്കം എങ്ങനെ വരും എൻ്റെ ഭാഗി? ആകെ ദീവാലിക്ക് രാത് ആയേഗീന, ആകെ വരാൻ പോകുന്നത് ദീവാലിക്ക് രാത്, ദീപാവലി ദിവസം ആയേഗീന, വരാൻ പോകുകയല്ലേ. ആകെ ദീപാവലിക്ക് രാത് ആയേഗീന, വരാൻ പോകുന്നത് ദീപാവലിയുടെ രാത്രികളല്ലേ, രാമല്ലേ. ഹം കൈസേ ദിയേ ജലായേങ്കെ, നമ്മൾ എങ്ങനെ വിളക്ക് കത്തിക്കും? ഹമാരെ ആൻസുവോं से ദീപ് ജലാ സക്തേ ഹേ ക്യാ, ക്യാ എന്താ? ഹമാരെ ആൻസുവോं से, നമ്മുടെ കണ്ണുനീരുകൾ കൊണ്ട് ദീപ് ജലാ സക്തേ ഹേ, ദീപം തെളിയിക്കാൻ കഴിയോ? വിളക്ക് കത്തിക്കാൻ കഴിയോ? प्यारे बच्चों, यहाँ में एक सवाल है, देखिए, आगे दिवाली की रात आएगी ना, നാളെ ദീപാവലി ദിവസം വരികയല്ലേ. ഹം കൈസെ ദിയേ ജലായേങ്കെ, നമ്മൾ എങ്ങനെ വിളക്കുകൾ കത്തിക്കും? ഹമാരെ ആൻസുവോं से ദീപ് ജലാ സക്തേ ഹേ ക്യാ, നമ്മുടെ കണ്ണുനീരുകൾ കൊണ്ട് വിളക്ക് കത്തിക്കാനാകുമോ? ബച്ചോ, ഭഗവാൻ ദാസ് अपने बीवी से क्या कहना चाहता है, बताइए. ഭഗവാൻ ദാസ് തൻ്റെ ഭാര്യയോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നു. ബതായിയേ. എന്തെല്ലാമാണ് തൻ്റെ ഭാര്യയോട് ഭഗവാൻ ദാസ് പറയാൻ ആഗ്രഹിക്കുന്നത്? പറയൂ. ആകെ ദീപാവലിക്ക് രാത് ഹേ, വരാനിരിക്കുന്നത് ദീപാവലി ദിവസമാണ് അല്ലേ. ദീപാവലിക്ക് ഖുസൂസിയത്ത് ക്യാ ക്യാ ഹേ, ദീപാവലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദീപാവലിക്ക് രാത്ത് മുഖ്തലിഫ് ദിയേ ജലാത്തെ ഹേ, ദീപാവലി ദിവസം രാത്രികളിൽ വ്യത്യസ്തങ്ങളായ വിളക്കുകൾ കത്തിക്കുന്നു അല്ലേ. ദിയേ ജലാനെ കെ ലിയേ, വിളക്ക് കത്തിക്കാൻ ഭഗവാൻ ദാസ് കെ പാസ് പൈസെ നഹി ഹേ, ദീപാവലി ദിവസം ദീപം തെളിയിക്കാൻ ഭഗവാൻ ദാസിന്റെ കയ്യിൽ പൈസ നഹി ഹേ, പൈസയില്ല. ഭഗവാൻ ദാസ് കെ പാസ് മാം കെ ലിയേ ദവാ ഖരീദനെ കെ ലിയേ, ഭഗവാൻ ദാസിന്റെ കയ്യിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനോ, ബേട്ടി സാവിത്രിക്ക് ഇംതിഹാൻ की फीस अदा करने के लिए, മകൾ സാവിത്രിയുടെ പരീക്ഷാ ഫീസ് അടക്കാനോ, और इस साल के दिवाली मनाने के लिए, ഈ വർഷത്തെ ദീപാവലി ആഘോഷിക്കാനോ പൈസ നഹി ഹേ, പൈസയില്ല. अपने दुख भरी हालात,
अपनी बीवी से ബത്താ രഹേ ഹെ, തൻ്റെ വളരെ ദുഃഖം നിറഞ്ഞ അവസ്ഥ തൻ്റെ ഭാര്യയോട് പങ്കുവയ്ക്കുന്നു. ഓക്കെ प्यारे बच्चों, आज का क्लास यहाँ ख़त्म करता हूँ. इस सबक का दूसरा हिस्सा अगले क्लास में दूंगा. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. आज का सरगर्मी ये है, इस सवाल का जवाब आपके नोटबुक में लिखिए और एक एक बच्चे हमारे व्हाट्सएप ग्रुप में भेज दीजिए. खुदा हाफिज़.